കാണിക്കുന്നത് ക്യൂട്ടായിട്ടുള്ള സ്കൂൾ ആക്ടിവിറ്റീസ് ക്രാഫ്റ്റാണ്. ഫസ്റ്റ് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സാണ്. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ബോക്സിൽ നിന്ന് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട് ഓരോ ഭാഗത്തും. അതൊന്ന് ബോക്സ് ഒന്ന് കട്ട് ചെയ്ത് കിട്ടേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടത് സ്റ്റിക്കാക്കിയതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്കാക്കുക. അത് ആക്കിയതിന് ശേഷം A4 പേപ്പർ, കളർ പേപ്പറാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിലാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഏത് കളർ എടുക്കാൻ ഞാൻ ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് സ്റ്റിക്കാക്കിയതിന് ശേഷം ഡെക്കറേഷന് വേണ്ടിയിട്ടൊരു സിമ്പിളായിട്ടുള്ള ഇതുപോലത്തെ ഒന്ന് സ്റ്റിക്ക് ആക്കുന്നുണ്ട്. ഞാൻ ഈ ക്ലിപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ടാവുമല്ലോ, വേസ്റ്റ്, അതാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പെൻസിൽ, കളർ പെൻസിൽ ഇങ്ങനത്തെ എല്ലാം ഒന്ന് ഇട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് എന്തുവേലും ഇട്ട് വെക്കാം. ഫസ്റ്റത്തെ ക്രാഫ്റ്റ് ഇത്രയേ ഉള്ളൂ. ക്യൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ A4 പേപ്പർ തന്നെ എടുക്കുന്നത്. കളർ പേപ്പർ എടുത്തിട്ടുള്ളത്, പിന്നെ എറേസർ എടുത്തിട്ടുണ്ട്. എറേസറിൻ്റെ മുകളിലുള്ള കുറച്ചുള്ള കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഉണ്ടാവില്ല, അതാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആദ്യം ഒന്ന് ഇറേസർ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പേപ്പർ കട്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റിക്ക് ആക്കുന്നുണ്ട് ഗ്ലൂ വെച്ചിട്ട്. ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്കാക്കിക്കൊണ്ട് തന്നെ കുറച്ചൊരു നനവ് കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അധികം നനവുള്ളൊരു ഗ്ലൂ എടുക്കാണ്ട് വേഗം സ്റ്റിക്കായി കിട്ടുന്ന ഗ്ലൂ എടുക്കുക ഇതുപോലത്തെ ഐറ്റംസ് ചെയ്യുമ്പോൾ. ഫുള്ളായിട്ട് സ്റ്റിക്കാക്കിയതിന് ശേഷം ബാക്കി വരുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ബാക്ക് സൈഡിലൊന്ന് സ്റ്റിക്കാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കെച്ച് പെൻ എടുത്തിട്ടാണ് കളർ ചെയ്യുന്നത്. ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ കളർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മെത്തേഡിലും കളർ ചെയ്യുക. ഗ്ലൂ വെച്ചിട്ട് ഒരു ചെറിയൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റിക്ക് ആക്കുന്നുണ്ട്. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ട ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിക്കാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കളറിങ്ങും ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ണും മൂക്കൊക്കെ. നിങ്ങൾക്ക് ഏത് മെത്തേഡിലാണ് വേണ്ട ആ ഒരു മെത്തേഡിൽ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് പെയിൻറ്റിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഫൈനൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഇറേസറിന് ആ കവറൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ക്യൂട്ടായിട്ടുള്ള 2 DIYയിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, താങ്ക് യു.